ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. ഡിമ്പിൾ പറഞ്ഞു ഇന്ന് ഡിമ്പിളിൻ്റെ വകയാണ് ബ്രേക്ക്ഫാസ്റ്റ്, സോ ലേറ്റായിട്ട് വന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഒന്ന് ആഘോഷമായിട്ട് ഉറങ്ങി. ഒരു 8:15 ഞാൻ എഴുന്നേറ്റപ്പം. ഇനിയിപ്പം തോന് നൂലപ്പം ഉണ്ടാക്കണം, അതൊരു ജോലിയുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ വേഗം താഴെ വന്നിട്ട് തോമുനും ചാക്കോച്ചനും മാത്രമുള്ള നൂലപ്പത്തിനുള്ള പൊടി ഇട്ടു. സമയം 8:30 ഡിമ്പിൾ ഓൾറെഡി അടുക്കളയിലുണ്ടായിരുന്നു. കപ്പ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കത്തെ കറികളും, അതായത് മുരിങ്ങയ്ക്ക തേങ്ങ അരച്ച കറിയും ബീൻസ് മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാച്ചു ഗുഡ് മോർണിംഗ് ആയിട്ട് അപ്പാപ്പൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയാതെ ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ നൂലപ്പം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. കാരണം ഒരു 9:15 മണി തൊട്ട് ഡോൺചേട്ടൻ പറയും പോവാം. അപ്പോൾ ഡിമ്പിൾ ഫ്രഷ് ആവാൻ പോയി. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ഇട്ടു. എൻ്റെ നൂലപ്പം അപ്പോൾ ഭയങ്കര പെർഫെക്റ്റാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. നല്ല സോഫ്റ്റ് നൂലപ്പമാണ്. അപ്പോൾ ചാക്കോച്ചനും ഉണ്ടാക്കി വെച്ചു. തോമനുള്ള ലഞ്ച് ബോക്സും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചായ ചേട്ടൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചാക്കോച്ചൻ രാവിലെ മമ്മിയോട് ഗുഡ് മോർണിംഗ് പറയുക, അങ്ങനെയൊക്കെ നടക്കുകയാണ്. തോമുവിനെ ഞാൻ കുളിപ്പിച്ച് റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഡോൺ ചേട്ടൻ അത്യാവശ്യമായിട്ട് കോൾ വന്നപ്പോൾ ഡോൺ ചേട്ടൻ പോയി. അപ്പം തോമു റെഡി ആയിട്ടുണ്ട്. ഇനി ബാച്ചുവിനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ പാക്കിങ്ങിന് ഇരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കിട്ടിയൊരു ഓർഡറാണ്. പ്ലേറ്റ് ഇതൊക്കെ വന്നപ്പം ഇത്രയും ദിവസമായി. അപ്പം അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്യൂറായിട്ട് ബബിൾ റാപ്പൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് ഈ പാക്കിംഗ് എന്ന് പറയുന്നത്. നല്ല പോലെ ബബിൾ റാപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ എത്ര ബബിൾ റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബോക്സിൽ വെച്ചാലും പോസ്റ്റ് ഓഫീസ് ചിലപ്പോൾ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് ആ ചുറ്റിക പോലത്തെ സാധനം ഇട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് തകർന്നു പോകും. അപ്പോൾ അതൊന്നും കിട്ടാണ്ടിരിക്കാൻ മാക്സിമം ബബിൾ റാപ്പ് ചെയ്ത് അകത്തൊരു കവറിനകത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ബോക്സിലാണ് വെക്കുന്നതെങ്കിൽ ബോക്സിനകത്ത് ഫുൾ ബബിൾ റാപ്പ്, അതുപോലെ ബോക്സിൻ്റെ പുറത്ത് ഫുൾ ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഭംഗിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കേടുപാടുകളും പറ്റാണ്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പം മാക്സിമം സെലോ ടേപ്പ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഓർഡർ ചെയ്യുന്നവർ അത്രയും ആഗ്രഹിച്ച് ഓർഡർ ചെയ്യുന്നൊരു സംഭവമല്ലേ. അപ്പോൾ അത് നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡിമ്പിളിനും മമ്മിക്കും ഡാഡിക്കൊക്കെ ഒന്ന് പുറത്ത് പോകണം. നാളെ ഡിമ്പിളിൻ്റെ നിങ്ങൾ കാണുമ്പം ഡിമ്പിളിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളും, പിന്നെ മമ്മിക്ക് പള്ളിയിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോവാണ്. അപ്പോൾ ഞാനും ചാക്കോച്ചനും വീട്ടിലുണ്ട് കേട്ടോ. ഇനിയിപ്പം സത്യം പറഞ്ഞാൽ ചോറ് മാത്രം വെച്ചാൽ നമ്മൾ കറി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചോറ് വെക്കണം, പപ്പടം വറുത്താൽ മതി. അപ്പോൾ പപ്പടം അവർ വരുമ്പോൾ വറുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അധികം ഒന്നും പാക്ക് ചെയ്യാനില്ല. ഇതും ഒരു സാരിയും മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. മമ്മിയുടെ സാരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിസപ്ഷന് ഉടുത്ത സാരി റീസ്റ്റോക്ക് ചെയ്ത് അതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് കേട്ടോ. ലാസ്റ്റ് പീസാണ് ഇന്ന് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടെന്ന് കസ്റ്റമർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അതോടുകൂടി ആ ഒരു കലാപരിപാടി കഴിയും ആ ഒരു കസ്റ്റമറിൻ്റെ. അടുത്തതിന് സാരി സെക്യൂറായിട്ട് പാക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കവറിലാണ് നമ്മൾ വെക്കുക. ഇനിയിപ്പോൾ നനയൊന്നും ചെയ്താൽ സാരി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെ നോക്കിയും കണ്ടും അഡ്രസ്സ് ഏത് ഭാഗത്താണ് എഴുതേണ്ടതെന്നൊക്കെ ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇത് എടുത്ത ആൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് സാരിയാണെന്ന് പറഞ്ഞപ്പോൾ വേഗം ഓർഡർ എടുത്തോ എന്ന് പറഞ്ഞ ഒരാളാണ്. ആൾ പുറത്താണ്, വീട്ടിൽ അമ്മയ്ക്ക് കണ്ടാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അഡ്രസ്സൊക്കെ നോക്കുകയാണ്. കാരണം നമ്മൾ അഡ്രസ്സ് തരുന്ന പേരിലെല്ലായിരിക്കും കോണ്ടാക്റ്റ് ഇരിക്കുക. അപ്പോൾ ഇത് തപ്പി പിടിക്കുക എന്നുള്ളതൊരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ചിലർക്കൊക്കെ സ്മൈലി ആയിരിക്കും കോണ്ടാക്ട് നെയിം വരിക, അല്ലെങ്കിൽ പൂമ്പാറ്റ. അപ്പോൾ ഈ പൂമ്പാറ്റേനെയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ നുണുക്ക് വിദ്യകളൊക്കെ വെച്ചിട്ടാണ്, വാട്സപ്പ് സെർച്ചൊക്കെ കൊടുത്തിട്ടാണ് ഇവന്മാരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. മമ്മിക്കാണ് കേട്ടോ ഭയങ്കര സങ്കടം വരിക. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ മമ്മീനെ സംബന്ധിച്ച മമ്മി ഒന്ന് മാക്സിമം മമ്മി നോക്കൂട്ടോ. പിന്നെ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായം, ഞാനാണ് സെർച്ച് ചെയ്യുന്ന ആൾ. അങ്ങനെ അഡ്രസ്സ് എഴുതാണ് കേട്ടോ. അപ്പോൾ വലിയൊരു നല്ല തിക്നെസ് ഉള്ള മാർക്കറിലാണ് നമ്മൾ അഡ്രസ്സ് എഴുതുക. ഇതൊരു നല്ലൊരു മെനക്കെട്ട പരിപാടിയാണ്. ഓരോ തരിമണികളും നോക്കി എഴുതണം. ഞാൻ പറയുന്നത് പരീക്ഷയ്ക്ക് പോലും ഇത്ര ശ്രദ്ധയോടെ പഠിച്ചിട്ടോ എഴുതിയിട്ടോ ഇല്ല എന്ന്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനും ചാക്കോച്ചൻ അല്ലെങ്കിൽ ഞാനും പിള്ളേരും മാത്രമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അവർക്ക് രാത്രി പിന്നെയും പുറത്ത് പോകേണ്ടി വന്നു. ഡിമ്പിളിൻ്റെ ഫോട്ടോഷൂട്ട്, ഡിമ്പിളിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഫ്രഷ് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണ്.
അപ്പോൾ അതിൻ്റെ ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് അവർ പൂങ്കുന്ന സൈഡിൽ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. പൂങ്കുന്നമല്ല, നമ്മുടെ അശ്വിനി ജംഗ്ഷൻ്റെ അവിടെ എങ്ങാണ്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഞാൻ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് എപ്പോഴും ചാക്കോച്ചൻ കാണും കേട്ടോ. ചുമ്മാ ഒരാവശ്യമില്ല, പക്ഷേ എന്നെ ചൊറിയാം. ഞാൻ ആ കസേരയിലിരുന്ന പ്രശ്നങ്ങളാണ് എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ കസേരയൊക്കെ മാറ്റി സോഫയിലൊക്കെ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് വ്ളോഗ് കണ്ടിട്ട് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി കണ്ടിന്യൂ ചെയ്യുന്നതാണ് എനിക്ക് ആഗ്രഹം. നാളെ നമുക്ക് ബർത്ത്ഡേ വ്ളോഗൊക്കെ ആയിട്ട് വരാം. ഞാൻ ഡിമ്പിളിന് കേക്കൊക്കെ ഓൾറെഡി വാങ്ങിച്ച്, അവർ പോയ ഗ്യാപ്പിൽ ഞാൻ കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം കേക്ക് വാങ്ങിച്ച് മേളത്തെ ഫ്രിഡ്ജ് ഓണാക്കിയിട്ടപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി മേളത്തെ ഫ്രിഡ്ജൊന്ന് ഓണാക്കിയിട്ടുണ്ട്, നാളെ നമുക്ക് ഓഫാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ശരിക്കും ആ ഫ്രിഡ്ജിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മമ്മി വിചാരിച്ചില്ലേ ഡിവൈൻ എന്തിനായിരിക്കും ഇപ്പോൾ ഇത് ഓണാക്കി വെച്ചിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ആ ഫ്രിഡ്ജ് ഉപയോഗിക്കാറില്ല. കൂടുതലും ബൾക്ക് സ്റ്റോക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ പട്ടിക്കുള്ള ഫുഡ് അല്ലെങ്കിൽ പരിപാടികളൊക്കെ വരുമ്പം സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ വെക്കാനാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഒട്ടും എടുക്കാറില്ല. അപ്പം കേക്കുകൾ ഓൾമോസ്റ്റ് നമ്മൾ ഇതിനകത്താണ് സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ ഐസ്ക്രീം കേക്ക് അതുകൊണ്ട് ഫ്രീസറിൽ സെക്യൂറായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കും എന്നേ ഡിമ്പിളിനോട് പറഞ്ഞിട്ടുള്ളൂ, വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മമ്മിയോട് പറഞ്ഞു. പക്ഷെ മമ്മിക്ക് സസ്പെൻസ് ഒക്കെ പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ചാക്കോച്ചൻ കുറച്ച് ഡീസൻ്റായിരുന്നു, റൈംസൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ അതേ ഒരു 11:30 ആയപ്പോൾ അവർ റെഡിയായി പോവുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ ടാറ്റയൊക്കെ പറഞ്ഞ് വിടുകയാണ്. അപ്പം മമ്മി പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും, പോകണമെന്നുണ്ട് എന്നാൽ പക്ഷേ അതും പറഞ്ഞ് വാശി പിടിക്കുക. അങ്ങനെ ചാക്കോച്ചൻ ശരിക്കും തോമുനെയും പാച്ചുവിനെയും പോലെയേ അല്ല, എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, വാശി പിടിച്ച് നമുക്ക് പെട്ടെന്ന് അവനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ആരുടെ കൂടെ ഞാൻ സത്യം പറഞ്ഞാൽ ട്രിപ്പ് പോയപ്പോൾ അവൻ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നതാണ് വിചാരിച്ചത്, പക്ഷെ ആരുടെയും പോയില്ല. അവൻ്റെ ലോകം എന്ന് പറയുന്നത് ഞങ്ങൾ, പിന്നെ അക്കിയും പേപ്പനും, പിന്നെ എൻ്റെ അപ്പനും അമ്മയാണ്. ഈ 3 ഒരു വലയ്ക്കകത്താണ് അവൻ സ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഡോൺ ചേട്ടൻ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി. അതിൻ്റെ പുറകെ ഡിമ്പിളും മമ്മിയൊക്കെ വന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് വീട്ടിൽ വരില്ലേ സാധനം, അപ്പം എന്ത് ചെയ്തിട്ട് ഒരു സമ്മതിച്ചില്ല. പിന്നെ ഞാനൊരു ഡോർമാറ്റ് വാങ്ങിച്ചു ബാത്റൂമിൻ്റെ അവിടെ ഇടുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അവർ പോയി. അപ്പോൾ ഇന്ന് അവർക്ക് ഒരു അപ്രിസിയേഷൻ അവാർഡ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പാച്ചുവിനും തോമുവിനും. അപ്പോൾ അതുമായിട്ട് വരുന്നുണ്ട്, അതായത് മെഡൽ കഴുത്തിട്ടിട്ട് വരുന്നുണ്ടെന്ന് മമ്മി സിഗ്നൽ എത്തിയപ്പോഴേ വിളിച്ചു. അപ്പോൾ ഞാൻ സിഗ്നൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഓടി പോയി പപ്പടം വറുത്തിട്ട് വന്നു. ഞാൻ ഡോൺ ചേട്ടനും ചാക്കോച്ചിനും മാത്രമേ വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെയിലത്ത് പോയിട്ട് വരുന്നതല്ലേ, വിശന്ന് വരുന്നതായിരിക്കും, വരുമ്പോൾ ഒരു ഡിലേ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് വറുത്ത് ചാക്കോച്ചിനെ പിടിച്ച് ഓവനിൽ വെച്ചു. ഈ കാര്യം ഞാൻ ഇവരോട് പറയാനും മറന്നുപോയി. കാരണം ഇവർ വന്നിട്ട് വാട്ടർ ബലൂൺ പൊട്ടിക്കൽ, ഹോളി ആഘോഷമൊക്കെ ആയിരുന്നു. ഞാൻ ചാക്കോച്ചിനെ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തിയില്ല, കാരണം ഞാൻ വളരെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതിനൊരിത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ മാറ്റി. അപ്പോൾ ചാക്കോച്ചൻ പാച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പാച്ചു പാച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നടപ്പ് കേട്ടോ. അപ്പം മമ്മി ഈ പറഞ്ഞ പോലെ മെഡലും കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞപ്പം കാണാനൊരാഗ്രഹം. തോമുനെ സംബന്ധിച്ച് തോമുൻ്റെ ഫസ്റ്റ് മെഡൽ, തോമുനും പാച്ചുവിനും. അപ്പം അത് കാണാൻ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ഭയങ്കര വണ്ടടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം നമ്മളിനിയും പതുക്കെ ചാക്കോച്ചനെ വിട്ട് തുടങ്ങാനാണ് മനസ്സിലെ ആഗ്രഹം. എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്നൊന്നും അറിയില്ല. അങ്ങനെ കാത്തിരുന്നതേ ചേട്ടന്മാർ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, അവർക്ക് പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് പോകണമെന്ന് വന്നപ്പോൾ അവരുടെ പകുതി ട്രിപ്പ് ക്യാൻസലായിപ്പോയി. അങ്ങനെ വന്നപ്പോഴാണ് അവർ ഉച്ച കഴിഞ്ഞ് പോയത്. പാച്ചു വരുന്നുണ്ട്, തോമു അപ്പുറത്തൂടെ നിൽക്കണം, കാരണം എന്തെങ്കിലും എന്നെ കൊണ്ട് കാണിക്കുക. പിന്നെ ആൾക്ക് സ്നാക്സ് ബോക്സ് കാലിയാണെങ്കിൽ അത് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോരാത്തതിനൊന്ന് നൂലപ്പൂവാണ് കൊണ്ടുപോയത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് കേട്ടോ. തോമുവിനെ സംബന്ധിച്ച് മെഡൽ കാണിക്കലല്ല, സ്നാക്സ് ബോക്സ് കാണിക്കുക എന്നുള്ളൊരു എയിമിലൂടെയാണ് വരുന്നത് കണ്ടോ. ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ചില ദിവസം ദേഷ്യപ്പെട്ട് ഇന്നലെ വന്നപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പുട്ട് വെക്കരുതെന്ന്. ഞാൻ പറഞ്ഞു പിന്നെന്താ കഴിച്ചു, മാം പറഞ്ഞു കഴിക്കാൻ. അവനെ സംബന്ധിച്ച് മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ പേടിയാണ്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതേ ചോറ്, പയറ് മെഴുക്ക് വരട്ടി, ചമ്മന്തി. ഇത് രാത്രിത്തെ ഡിഷാണ് കേട്ടോ, പപ്പട ചമ്മന്തിയാണ്. അപ്പോൾ അവർ പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകി വെച്ചു. അപ്പോഴത്തേനും ചാക്കോച്ച മൈലുണ്ടായി. ഇനി അവരെ വേഗം കൊണ്ട് ഉറക്കണം. അതിനിടയ്ക്ക് തോമൂന്ന് ഛർദ്ദിച്ചു. അപ്പോൾ നല്ല കോളായി. അപ്പോൾ നാളെ നമുക്ക് കാണാം. ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ, നാളെ ഡിമ്മൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.